എൻ്റെ അത് വിഷയം വരുന്നത് ഇതാണ്. ഒരാളെ എളിമപ്പെടുത്താനുള്ള, ഇപ്പോൾ രോഗമായാലും ഒരു രോഗം നിനക്ക് വന്നു, നിനക്ക് നിവൃത്തിയില്ലാതെ, അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളൊരു സഹായം നിനക്ക് വേണം. ദാറ്റ് മീൻസ് നിന്നെ എളിമപ്പെടുത്തുകയാണ്. ദാറ്റ് മീൻസ് ദ ബ്ലെസ്സിങ് ഈസ് കമ്മിങ്. ഒരനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ല, രോഗം വന്നു എന്ന് പറഞ്ഞ് മോന്തം കയറ്റി അടക്കരുത്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം നിന്റെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം അതാണ്. ഒരു തകർച്ച വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിലായിരിക്കും ചരിക്കരുത്. അതാണ് ഇവനോട് പറയണത്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ് കാരണം? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോട് നിൽക്കുക. തക്ക സമയമാകുമ്പോൾ ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യുമെന്ന്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. കൊച്ചു ജീവിതത്തെ അപ്പം നമ്മൾ ചില സമയത്തെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിന് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അഭിവാഞ്ചകൾക്ക് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അതേ ആയുധങ്ങൾ നമ്മളെടുക്കും പിടിച്ചു നീക്കാൻ വേണ്ടി. ചിലപ്പോൾ കള്ളത്തരം പറയും, ചിലപ്പോൾ നുണ പറയും. പിടിച്ചു നീക്കാൻ വേണ്ടിയാണ് പറയണത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പേടി വരും, എങ്ങാനും ഇവൻ നുണ പറയുമോ എന്ന് വിചാരിച്ച്. ഒരു ചൂട് കൂടുമ്പോഴേ, പൊള്ളുമ്പോഴേ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു കള്ളം പറയുമോ. പല പൊള്ളുകലും വരുമ്പോഴാണല്ലോ ആൾക്കാർ കള്ളം പറയണത്. അപ്പോൾ ദൈവത്തിന് പേടിയാണ്, എൻ്റെ ദൈവ പൈതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞേക്കുമോ ഇത് വയ്ക്കുമ്പോൾ ദൈവത്തിന് പേടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കോടതി കള്ളം പറയാതിരിക്കാൻ വേണ്ടി ജിയോയോട് പറയും, നീ ഫിലിപ്പി 2:15 വായിക്കാൻ പറയും. ഉടനെ ജിയോ, ഷൈല എന്നാണ് വൈഫിൻ്റെ പേര്, ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. എന്തായിരിക്കും പ്രശ്നം? ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. ഫിലിപ്പി വായിച്ചേ ശ്രുതികട. ഹല്ലേലൂയ. ഫിലിപ്പി 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന്, അതാണ് വിഷയം, നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇതാണ് സുവിശേഷം. ജീവമരണ ചക്രശ്വാസം വലിച്ചുള്ള നടപടിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവനിൽ നിന്ന് അല്പം പോലും കളങ്കം കയറാതിരിക്കാൻ വേണ്ടി സീല് ചെയ്യണം. കണ്ടില്ലേ എന്ത് പ്രൊട്ടക്ഷനാണ് ആ വചനം. ഇവന് എന്ത് വചനമാണ് ആവശ്യം ആ വചനം വെളിപ്പെടുത്തി കൊടുക്കും. യുദ്ധമാണ് നടക്കുകയാണ്, ലോകവുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. വക്രതയാർന്ന ജനതയും വഞ്ചനയാർന്ന ജനതയുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നീതിമാനം ദൈവം നീതിയുടെ ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അതാണ് ഈ എഫേസ്യൻസൊക്കെ പറയണത്. 6:25 വായിച്ചേ. എഫേസ്യൻസ് 6:25. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടെ വീഴുന്നതും തീരല്ല യേശുവിൻ കരങ്ങളില. വീഴുന്നതും തീരല്ല യേശുവിൻ കരങ്ങളില. പരീക്ഷയെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയെ ദൈവം
എന്തിനെങ്കിലും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നിറയുന്നു ഞാൻ. എന്തിനെങ്കിലും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നിറയുന്നു ഞാൻ. ശ്രുതികടെ ഹല്ലേലൂയ. എഫേസോസ് 6:13 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അത് ലോകവുമായിട്ട് നമ്മൾ ഇപ്പൊ ജിയോയെ പോലെ ലോക വക്രതയാർന്ന ലോകമാണ്, വഞ്ചനയാർന്ന ലോകമാണ്, തട്ടിപ്പിൻ്റെ ലോകമാണ്. അയാളാണ് ഇയാളെ കുടുക്കിയിരിക്കുന്നത്. ആ മന്ത്രിയും ഫസ്റ്റാണ്, അതിനകത്തുണ്ടായിരുന്ന ആക്ടിങ് അക്കൗണ്ടൻ്റ് ഏജൻറ്റുമാരും എല്ലാം കൂടി കുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം തന്ത്രമാണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഈ വക്രതയാർന്ന ലോകത്ത് നിഷ്കളങ്കര് സംശുദ്ധരുമായിരിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ നമ്മുടെ ക്രിസ്തു തിരഞ്ഞെടുത്താനുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 6:13 വായിച്ച്. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും. എഫേസ്യസ് 6:13 ഏറ്റു പറഞ്ഞ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളുടെ ഈ ആത്മീയ യുദ്ധത്തിൽ എപ്പോഴും നമുക്ക് ഉള്ള വിഷയം, ഉപയോഗിക്കേണ്ടതെല്ലാം സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ കള്ളവ്, അവന് നുണ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ നുണയുടെ ഫലം ചെയ്യും. ചിലർ മിണ്ടാതിരിക്കുമല്ല. അപ്പം ഇങ്ങനെ തന്ത്രങ്ങളൊന്നും കാണിക്കരുത്. ഇത് ഈ തന്ത്രപരമായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈശോ പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് വിഷയം. ആത്മീയ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ തോറ്റുപോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ്. നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാരണം ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ സാത്താൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കള്ളത്തരവും വഞ്ചനയും ചതിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ സഹായിക്കുക. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഉത്തരവാണത്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെയും ഒരു ഉത്തരം ഇതാണ്. എന്താ കാര്യം? ദൈവത്തിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം എന്താ? നിങ്ങളുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ സാത്താൻ്റെ ആയുധങ്ങളാണ്. വഞ്ചന, കളവ്, ചതി, അഹങ്കാരം, ഈ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഈ സാധനം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആയുധങ്ങൾ തരത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ പല സമയത്തും പരാജിതരായി മാറുന്നത്. ഇനി ജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് തന്നെ പലപ്പോഴും ദൈവത്തെ കൊണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ തെമ്മാടിത്തരം കൊണ്ട് ജയിക്കാം. അങ്ങനെ ഒരു ജയം നമുക്ക് വേണ്ട എന്ന് നിശ്ചിതമായ ഒരു നിലപാടെടുക്കാൻ ഒരു ഉടമ്പടി പങ്കാളിക്ക് കഴിയണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ,
കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന്റെ പ്രലോഭനങ്ങളോട് അടരാടാൻ ദൈവത്തിന് യോഗ്യമായ പങ്കാളിയായി പരിലസിക്കാൻ എന്നെ പുനരഭിഷേകം ചെയ്യണമേ. എന്നെ പുനരഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് സജിൻ ജോസഫ്. ഞാൻ കുറുമ്പനാടം സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഹെലികോപ്റ്റർ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. കറൻ്റ്ലി ഞാൻ ചണ്ഡീഗഡിലാണ് പോസ്റ്റഡ് ആയിട്ടുള്ളത്. ഞാൻ 2022 നവംബർ 18 കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ 9 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ആദ്യമായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമതാണ് ആൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നത്. അതിന് എന്നെ അനുവദിച്ച ഈശോയ്ക്കും അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വൈഫിന് കിട്ടിയ ഒരു സൗഖ്യത്തെക്കുറിച്ചാണ്. അതിനുമുമ്പ് ഇത് എൻ്റെ വൈഫ് അലീന, ഇത് വൈഫിൻ്റെ അമ്മ രാജി, ഇത് ഞങ്ങൾക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് മേടിച്ച് തന്ന ഞങ്ങളുടെ കുഞ്ഞ് ആൻ്റോണിയോ. വൈഫിന് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ച് വൈഫ് തന്നെ പറയുന്നതായിരിക്കും. 2023 ഫെബ്രുവരി 16 ഞങ്ങളുടെ വിവാഹം. അതിനുശേഷമാണ് എനിക്കൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വജൈനൽ സെപ്റ്റം ഉണ്ടെന്ന് മനസ്സിലായത്. അതൊരു തിക്ക് ഹൈമൻ ആണെന്നാണ് ഞങ്ങൾ കരുതിയത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് അതൊരു സെപ്റ്റമാണെന്ന്. അത് സെപ്റ്റം 2 രീതിയിലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും. അപ്പോൾ എൻ്റെത് ലോഞ്ചിറ്റ്യൂഡിനലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സെപ്റ്റം ഉള്ളിലോട്ടും കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സർജറി ചെയ്യേണ്ടി വരും. സർജറി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇതൊരു റെയർ കേസും ആണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പല ഗൈനക്കോളജിസ്റ്റുമാരെ കാണിച്ചപ്പോഴും അവരെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും എന്ത് ചെയ്യണം അറിയാതെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരുന്നു. ഹസ്ബൻഡ് വിവാഹത്തിന് മുമ്പ് തന്നെ ഉടമ്പടിയിലായിരുന്നു. ഫെബ്രുവരി 28 ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഈ രോഗസൗഖ്യവും നിയോഗം വെച്ചിരുന്നു. അമ്മയും ഇതേ രോഗസൗഖ്യ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തിരുന്നു. സ്കാനിങ്ങിന് പോകുമ്പോഴും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഒക്കെ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്കാനിങ് ചെയ്തപ്പോൾ ഈ സെപ്റ്റം ഉള്ളിലോട്ടില്ല എന്ന് അറിയാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന ഒരു വലിയൊരു അനുഗ്രഹവും വലിയൊരു ആശ്വാസവും ആയിരുന്നു. ദിവസവും ഞാനും ഹസ്ബൻഡും ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി, ഈ 2 വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. ഞങ്ങൾ ഫോൺ വഴിയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്തിരുന്നത്. അതിനുശേഷം ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സർജറിയൊക്കെ ചെയ്യുന്നത് CMC വെല്ലൂരാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 14 CMC വെല്ലൂർ ചെന്നു. CMC വെല്ലൂർ ചെന്ന് ഡോക്ടർ ലില്ലി വർഗീസിനെ കണ്ടു. ഡോക്ടർ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നല്ല ദൈവവിശ്വാസമുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ലില്ലി വർഗീസ്. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് സെപ്റ്റം ഒന്നും അല്ല, ഇതിന് സർജറി, ഞങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ് ഡോക്ടറുടെ അടുത്തു നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്. ഇത് സെപ്റ്റം ഒന്നും അല്ല, ഇതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് ഒരു ത്രെഡ് ചെയ്യുന്ന വേദന. അപ്പം ഞാൻ ചോദിച്ചു അപ്പം വേദന എടുക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഒരു ത്രെഡ് ചെയ്യുന്ന വേദന എടുക്കുകയുള്ളൂ, ഇത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ലോക്കൽ അനസ്തേഷ്യയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം ഏപ്രിൽ 15 ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അന്ന് OP ഡേ അല്ലാഞ്ഞിട്ട് പോലും ഡോക്ടർ ഒരു ദൈവിക ഇടപെടൽ എന്നോണം ഡോക്ടർ രാവിലെ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 15 രാവിലെ ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നു. ഡോക്ടർ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ബാൻഡ് പോലെ മാത്രം ഉള്ളായിരുന്നു, അത് കട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് തന്നു. ലോക്കൽ അനസ്തേഷ്യയുടെ ഒന്നും ആവശ്യമില്ല, എനിക്കൊരു ഉറുമ്പ് കടിക്കുന്ന പോലും വേദനയും എടുത്തില്ലായിരുന്നു. സെപ്റ്റം മാതാവ് ജസ്റ്റ് ഒരു ബാൻഡ് പോലെ ആക്കി തന്നു. ഇത് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സംഭവിക്കാവുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം. എങ്കിലും 1 കോടി നന്ദി. തുടർന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും.
ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളാവുന്നില്ലായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഉടമ്പടി പുതുക്കുമ്പോഴും അത് കഴിഞ്ഞുള്ള പുതുക്കലിലും എല്ലാം കുഞ്ഞാവയ്ക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അമ്മയും കുഞ്ഞാവയ്ക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ 1 വർഷമായിട്ടും കുഞ്ഞാവയൊന്നും ആകാത്തതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ മറിയം ത്രേസ്യ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഫിൻഡോയെ പോയി കണ്ടു. ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ 2 മാസത്തിനുള്ളിൽ കുഞ്ഞാവ ആയിക്കോളും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്പേമിൻ്റെ ഓവത്തിൻ്റെയൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സൊക്കെ തന്നു വിട്ടു. പക്ഷേ 2 പ്രാവശ്യം നോക്കിയിട്ട് ഞങ്ങൾക്ക് 2 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫലമൊന്നും ഉണ്ടായില്ല. നിരാശപ്പെട്ട് ഞങ്ങൾ 2024 സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ 5-ാം തവണ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വരികയും ഈ നിയോഗം പുതുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ അന്ന് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നിട്ട് അമ്മയുടെ നടയിലിരുന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, അമ്മ പിറന്ന ഈ മാസം തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞാവയെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയാക്കണേ എന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് ആ മാസം തന്നെ സെപ്റ്റംബർ മാസം തന്നെ വൈഫ് കൺസീവായി. അതുവരെ ഞങ്ങളിങ്ങനെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ മാസവും പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കുമായിരുന്നു. പക്ഷേ ഡബിൾ മാർക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നു. ആ പ്രാവശ്യം ആദ്യമായിട്ട് ഞങ്ങൾക്ക് കാർഡിൽ ഡബിൾ മാർക്ക് കാണാൻ ഇടയായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അന്ന് ഞങ്ങൾ അനുഭവിച്ച സന്തോഷം എത്ര പറഞ്ഞറിയിക്കാനും പറ്റാത്തതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ 3 മാസത്തെ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് ജൂൺ 15 കിട്ടിയത്. അപ്പം അതിനുശേഷമുള്ള പുതുക്കലിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ നിയോഗം വെച്ചു, അമ്മേ മാതാവേ ഞങ്ങൾക്ക് അപ്പം ജൂൺ 15 ചേർന്ന് വരുന്ന ഒരു ഡേറ്റാണ് ജൂൺ 13 അന്തോണിസ്നേഹാളച്ചൻ്റെ തിരുനാൾ ദിവസമാണ്. അപ്പം ഞാനിങ്ങനെ നിയോഗം വെച്ചു, അമ്മേ മാതാവേ ഞങ്ങൾക്ക് ജൂൺ 13-ാം തീയതി നോർമൽ ഡെലിവറിയിലൂടെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടുള്ളൊരു ആൺകുഞ്ഞാവെ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഇങ്ങനെ നിയോഗം വെച്ചു. അപ്പം ഞാനിങ്ങനെ ആൺകുഞ്ഞാവെന്ന് വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹെലികോപ്റ്ററിൽ വെതർ റഡാർ പോലെയുള്ള ചില ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഹൈലി റേഡിയേഷനുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പം ഞങ്ങളുടെ ഹെലികോപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന മാക്സിമം ആൾക്കാർക്ക് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ അത് സയൻറ്റിഫിക്കലി ശരിയാണെന്ന് അറിയത്തില്ല, അങ്ങനെ ഞങ്ങളുടെ ഫ്ലീറ്റിൽ പറയാറുമുണ്ട്. അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ പേടിച്ചിട്ടാണ് ആദ്യത്തെ കുഞ്ഞ് ആണായിരിക്കണേന്ന് ഇങ്ങനെ വെച്ചത്. അപ്പം അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്ക് നോർമൽ ഡെലിവറിയിലൂടെ പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു ആൺകുഞ്ഞാവെ തന്നെ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ജൂൺ 13 എന്നുള്ള ഡേറ്റ് ഞാൻ വെച്ചത്, പക്ഷേ ജൂൺ 4 അവൻ വന്നത്. അത് പക്ഷേ എനിക്ക് നേരത്തെ തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നിരുന്നു ജൂൺ 4 എന്നുള്ള ഡേറ്റ്. കാരണം ഞാൻ ഡെലിവറി ഡേറ്റ് എന്നായിരിക്കും എന്നറിയാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലിലെ ഗ്യാലറിയിൽ ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഫോട്ടോ ഞാൻ ക്യാപ്ചർ ചെയ്ത ദിവസം 2024 ജൂൺ 4 അപ്പം ജൂൺ 4 തന്നെ ആയിരിക്കും ഡെലിവറി എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു. അപ്പോൾ അത് ഞാൻ അന്ന് തന്നെ വൈഫിനോട് പറഞ്ഞു, ജൂൺ 4-ാം തീയതി ആയിരിക്കും നമുക്ക് കുഞ്ഞാവ ഉണ്ടാകുന്നതെന്ന്. അതുപോലെ തന്നെ 2025 ജൂൺ 4-ാം തീയതിയാണ് ഇവൻ ഉണ്ടായത്. അപ്പം അതായത് 2024 ജൂൺ 4 ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്ത പുറത്തിറങ്ങി മാതാവിൻ്റെ രൂപം ആണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. അപ്പം അതേ ഡേറ്റിൽ 1 വർഷത്തിന് ശേഷം അതേ സമയം, ഏകദേശം ഇവൻ്റെ ഡെലിവറി സമയം 14:55, അതായത് 2:55. അപ്പോൾ അതേ സമയം തന്നെ 1 വർഷത്തിന് ശേഷം അതേ ദിവസം ഞങ്ങൾക്ക് കുഞ്ഞാവയെ തന്ന് അനുഗ്രഹിച്ചു. ഇതൊക്കെ മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന് തെളിയിക്കാനുള്ള കാരണങ്ങളായി ഞങ്ങൾ കരുതുന്നു. അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞു, അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ പക്ഷേ ഞങ്ങളുടെ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡെലിവറി ടൈമിലാണെങ്കിലും ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിരുന്നു. അതിൽ ഒന്നാമതായിട്ട് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇവളുടെ ഈ പ്ലാസൻ്റയുടെ വലിപ്പം കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കാമെന്നും 7-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ 37-ാമത്തെ ആഴ്ച തന്നെ കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞങ്ങൾ കുറച്ച് വിഷമിച്ചു. പക്ഷേ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ചെക്കപ്പിന് പോകുമ്പോഴും ഒക്കെ ഉടമ്പടി കാശുരൂപം കയ്യിൽ കരുതിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ വയറ്റിൽ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചും നിരന്തരം വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചും വചനക്കൊന്ത ചൊല്ലിയും ഒക്കെയാണ് ഞങ്ങൾ ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് 7-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഗ്രോത്തിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ലെന്നും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഓക്കെ ആയിരുന്നു. പിന്നെ വേറൊരു പരീക്ഷണം ഞങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് ജൂൺ 15 തന്നിരുന്നു. അതുകൊണ്ട് ഞാൻ മെയ് ലാസ്റ്റ് വീക്ക് മുതൽ ജൂൺ ലാസ്റ്റ് വരെ അങ്ങനെ ഒരു 35 ദിവസത്തെ ലീവായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഞാനങ്ങനെ ഓഫീസിൽ ലീവ് പ്ലാൻ കൊടുക്കുകയും അത് അപ്രൂവ് ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം മെയ് ഫസ്റ്റ് വീക്കിൽ ഉണ്ടാകുന്നതും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ലീവെല്ലാം ക്യാൻസൽ ആവുകയും
ലീവിന് ഓൾറെഡി ആയിരിക്കുന്നവരെ തിരിച്ച് ഡ്യൂട്ടിക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ആറ്റുനോറ്റുണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് പോരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ കൂനിന്മേൽ കുരു എന്ന പോലെ എനിക്ക് ആ സമയത്ത് ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ഞങ്ങളുടെ 5 വർഷത്തെ ടെന്യൂറിൽ 1 മാസമൊക്കെ വരുന്ന ഡ്യൂട്ടിയാണ്. ഞങ്ങളുടെ പ്രൊഫഷണൽ പണികൾക്ക് പുറമെ ഇങ്ങനെ സെക്യൂരിറ്റി റിലേറ്റഡ് ഡ്യൂട്ടി ചെയ്യേണ്ടതായി വരും. കറക്റ്റ് എനിക്ക് ആ മെയ് മാസത്തിൽ സെക്യൂരിറ്റി റിലേറ്റഡ് ഡ്യൂട്ടി ചെയ്യേണ്ട വന്നു. അതായത് ക്വിക്ക് റിയാക്ഷൻ ടീം എന്ന് പറഞ്ഞ ഒരു ടീമിൽ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു. അതായത് ഞങ്ങളുടെ എയർഫോഴ്സ് സ്റ്റേഷനിൽ എന്ത് സെക്യൂരിറ്റി ത്രെറ്റ് വന്നാലും ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് ഞങ്ങളായിരിക്കും. അപ്പം ആ ഒരു ഡ്യൂട്ടി വന്നു. അപ്പം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യക്ക് നേരെ മിസൈൽസ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചണ്ഡീഗഡ് എയർബേസിന് നേരെയൊക്കെ മിസൈൽസും ഡ്രോൺസും ഒക്കെ നിരന്തരം അവർ വിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് വെപ്പൺസുമായിട്ട് ഡ്രോൺ എങ്ങാനും ഞങ്ങളുടെ എയർബേസിൽ കടന്നു കഴിഞ്ഞാൽ ഞങ്ങളതിനെ വെടിവെച്ച് വീഴ്ത്തണം ആയിരുന്നു. അപ്പം ഞാൻ ആകെ വിഷമിച്ചു. കാരണം ആറ്റുനോറ്റൊരു കുഞ്ഞാവ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞാവയുടെ മുഖം പോലും കാണാതെ ഇവരെ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് എനിക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒട്ടും വിചാരിച്ചില്ല. കാരണം പ്രശ്നം ദിവസം തോറും ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസം ചെല്ലും തോറും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നുള്ള വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിരന്തരം ഡ്യൂട്ടി റൂമിൽ പോലും ഉടമ്പടിത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് നിരന്തരം മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മെയ് പകുതിയോടുകൂടെ അത്ഭുതകരമായിട്ട് സീസ് ഫയർ പ്രാബല്യത്തിൽ വരികയും ഞങ്ങളുടെ ലീവൊക്കെ നോർമൽ ആവുകയും ഞാൻ പ്ലാൻ ചെയ്തതുപോലെ 35 ദിവസത്തെ ലീവ് എനിക്ക് പോരാൻ പറ്റുകയും ചെയ്തു. അങ്ങനെ ഡെലിവറി ടൈമിലും എല്ലാം കുഞ്ഞിൻ്റെ കൂടെ ഡെലിവറി കഴിഞ്ഞും 2 ആഴ്ച നിൽക്കാൻ പറ്റി. അങ്ങനെ വലിയൊരു അനുഗ്രഹം, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് മേടിച്ചു തന്നു. അതിനും അമ്മയ്ക്കും തിരുക്കുമാറിന് 1000 നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഞങ്ങൾക്ക് പിന്നീട് കുറച്ച് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അതായത് ജൂൺ 2-ാം തീയതി ആയിരുന്നു വൈഫിൻ്റെ അഡ്മിഷൻ. 3-ാം തീയതി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മരുന്ന് വെച്ചിട്ട് പെയിൻ വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫോളിസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് അവളുടെ ഫ്ലൂയിഡ് ലീക്ക് ആയായിരുന്നു. അപ്പം പക്ഷേ രാത്രി ആയതുകൊണ്ട് പ്രൊസീജിയർ ബാക്കി ചെയ്തില്ല. രാവിലെ ലേബർ റൂമിൽ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി മുഴുവൻ ഇവൾ വേദന ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റാതെ പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം 4-ാം തീയതി രാവിലെ ലേബർ റൂമിൽ കയറ്റിയെങ്കിലും മണിക്കൂറുകൾ കടന്നു പോയിട്ടും ഞാനും അമ്മയും ലേബർ റൂമിന് പുറത്തുനിന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മണിക്കൂറുകൾ കടന്നു പോകുന്നെങ്കിലും കുഞ്ഞ് പുറത്ത് വരുന്നില്ലായിരുന്നു. അതായത് 10 ആയി 11 ആയി 12 ആയി കുഞ്ഞ് പുറത്ത് വരുന്നില്ല. ഞങ്ങളാകെ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആദ്യം ഇവളുടെ ഈ കാശ് രൂപം ഞാൻ ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പേ കാശ് രൂപം കൊടുത്തപ്പം അവൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തന്നു. കാരണം പെയിൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുവോ എന്നുള്ള പേടിയുന്നുണ്ട് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു തന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ വൈകുന്നത് കൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കാശ് രൂപം പുറത്ത് ഒരു സിസ്റ്ററിനെ ഏൽപ്പിച്ചു. സിസ്റ്ററെ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ ഒട്ടിച്ചെങ്കിലും വെക്കണേന്ന് പറഞ്ഞ് ആ കാശ് രൂപം കൊടുത്തു വിട്ടു. അപ്പം സിസ്റ്റർ അവളുടെ ഹോസ്പിറ്റൽ ബാൻഡിൽ ഈ കാശ് രൂപം ഒട്ടിച്ചു വെച്ചു. അങ്ങനെ എന്തായാലും പിന്നെ ഞാൻ 12 ആയി 1 ആയി 2 ആയി 2 മണിയായിട്ടും കുഞ്ഞ് പുറത്ത് വരുന്നില്ല. ഫ്ലൂയിഡ് ഓൾറെഡി ലീക്ക് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പം കുഞ്ഞിന് അധികം നേരം അങ്ങനെ സേഫായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഒരുപാട് നേരം. അപ്പം ആകെ ടെൻഷൻ അടിച്ചു. പിന്നെ ഞാനങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും കരുണയുടെ മണിക്കൂറായ 3 മണിക്ക് മുമ്പ് തന്നെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞാവേ ഞങ്ങൾക്ക് തരണേന്ന്. അപ്പം പക്ഷേ എനിക്ക് അധികം ടെൻഷൻ അങ്ങനെ ഭയങ്കര സാധാരണ ഒരു ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിലായിരിക്കുമ്പം എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും എന്തോ ഒരു ധൈര്യം ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ധൈര്യം എനിക്ക് ആ സമയത്തും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ടെൻഷൻ എന്തോ മാതാവ് ഇടപെട്ടോളും അത് നടത്തിക്കോളും എന്നുള്ള കുഴപ്പമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് പിടിച്ച് നിൽക്കത്തില്ല. ഭയങ്കരമായിട്ട് ഇത്ര നേരമായി കുഞ്ഞ് ഓൾറെഡി ഫ്ലൂയിഡ് ലീക്കായി, കുഞ്ഞെങ്ങനെയാണോ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, വെളി വരുമ്പോൾ എങ്ങനെ വല്ലോ നോർമലായിട്ട് കിട്ടുമോ, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് കറക്റ്റ് 3-2 അതായത് ഞാൻ കരുണക്കൊന്ത 3 മണിക്ക് എല്ലാം പറ്റുമ്പോഴെല്ലാം 3 മണിക്ക് ചെല്ലാറുണ്ട്. കരുണക്കൊന്ത എടുത്ത ആദ്യത്തെ രഹസ്യം ചൊല്ലാൻ തുടങ്ങിയപ്പോഴേ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ആൺകുഞ്ഞാവയാണ്. ആ സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിച്ചു. അങ്ങനെ അവൻ്റെ ഡെലിവറി സമയം 2:55 ആയിരുന്നു. അപ്പോൾ 3 മണിക്ക് മുമ്പ് തന്നെ അവൻ്റെ ഡെലിവറി ആവുകയും പൂർണ്ണാരോഗ്യത്തോടുകൂടെ അവനെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹത്തിന് തിരുക്കുമാറിനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിൽ അവന് TSH നോർമൽ ആയിരുന്നില്ല.
അപ്പം വൈഫിന് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം ഞാൻ ആകെ ടെൻഷനായി, കൊച്ചിനും ഇനി തൈറോയിഡിൻ്റെ ഇഷ്യൂ വല്ലതും ആണോ, ഭയങ്കര ഒരു വിഷമത്തിലായി. അത് കഴിഞ്ഞ് 2ാം പ്രാവശ്യം അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് എടുത്ത് നോക്കി, അപ്പോഴും TSH നോർമൽ ആയിരുന്നില്ല. അപ്പം ഞാൻ ആകെ നിരാശനായി, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവെ എങ്ങനെയെങ്കിലും കൊച്ചിനെ TSH നോർമലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. തിരുരക്തം കൊണ്ട് കഴുകി അവന് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഡിസ്ചാർജിന് മുമ്പ് 3ാം പ്രാവശ്യം ബ്ലഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് TSH നോർമലായിരുന്നു. ഈ വലിയ സൗഖ്യവും അമ്മ വഴി കർത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്നാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വേറൊരു പരീക്ഷണം നേരിടേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസം ഇവന് പ്രായമുള്ളപ്പോൾ ഇവനൊരു പനി വന്നു. പനി വന്നതിന് ശേഷം ഇവനെ പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് നോക്കിയപ്പം പറഞ്ഞു, ഇവൻ്റെ ആൻറ്റീരിയർ ഫോണ്ടിനുള്ള ഗ്യാപ്പ് കുറച്ച് കുറവാണ്, MRI ചിലപ്പോൾ ചെയ്യേണ്ടി വരും, സർജറി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി. ഞങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഉടമ്പടി ഉഴപ്പുമൊക്കെ ചെയ്തു. കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉഴപ്പുന്ന ഒരു ആ രീതിയിലായിപ്പോയി. അത് പിന്നെ ഞങ്ങൾ തമ്മിൽ കുറച്ച് വഴക്കൊക്കെ, ഉറക്കവും ശരിയാകാത്ത കൊണ്ടാണോ എന്താണെന്നറിയാം, പിന്നെ വഴക്കുമൊക്കെ ഉണ്ടായി, പ്രാർത്ഥനയൊക്കെ ഉഴപ്പി. അതുകൊണ്ടാണ് ഈ ഒരു ഞങ്ങളെല്ലാ ദിവസവും ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ. അപ്പം അവന് വേണ്ടി പ്രാർത്ഥിക്കാതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനൊരു പരീക്ഷണം തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പെട്ടെന്ന് ഞങ്ങൾ ശരിക്കും പിന്നെ തിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 2ാമത്തെ പ്രാവശ്യം വേറൊരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ ഗ്യാപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഇതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, യാതൊരു കുഴപ്പമില്ല, കുഞ്ഞിനൊരു കുഴപ്പമില്ല, MRI വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇതും അമ്മ കർത്താവ് വഴി ഞങ്ങൾക്ക് നേടിത്തന്ന ഒരു വലിയ അനുഗ്രഹം. ഞങ്ങളുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയതുപോലെ. ഞങ്ങൾ ആറ്റുനോറ്റുണ്ടായൊരു കൊച്ചിന് ഇങ്ങനൊരു പ്രശ്നം, അതായത് ഈ സർജറി കൊച്ചിന് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സ്നേഹം കൊച്ചുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു അതായത് അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ ഈശോയോട് പിതാവായ ദൈവത്തിനുള്ള സ്നേഹം, ഈശോ അനുഭവിച്ച ആ പീഡകളുടെയൊക്കെ വിലയൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം അവൻ്റെ ദേഹത്ത് സർജറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റിയൽ ആ ഒരു പെയിൻ മനസ്സിലാക്കാൻ സാധിച്ചു. ആകെ തകർന്നു പോയ അവസ്ഥയിൽ നിന്നും അമ്മ മാതാവ് ഞങ്ങളെ കരകയറ്റി. ഇത്രയധികം നന്മകൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചണ്ഡീഗഡ് ആയതുകൊണ്ട് അവിടെ മദർ തെരേസ ചാരിറ്റബിൾ സിസ്റ്റേഴ്സ് മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അവിടെ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ സാധിക്കുമ്പോഴെല്ലാം പോകാറുണ്ട്, അവരുമായിട്ട് സമയം ചെലവഴിക്കാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ഭൗതികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചണ്ഡീഗഡിൽ നമ്മുടെ ഞങ്ങളുടെ സീറോ മലബാർ മലയാളം കുർബാന ഒക്കെയുള്ള പള്ളിയുണ്ട്. അപ്പം ദിവസവും എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. ദിവസവും വൈകിട്ട് കുർബാനയുണ്ട്, നമ്മുടെ മലയാളം കുർബാനയുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാരാണെങ്കിലും ഇഷ്ടംപോലെ മലയാളി അച്ഛന്മാരുണ്ട്. അപ്പം ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ നല്ല സൗകര്യമുണ്ട്. പിന്നെ പള്ളിയിൽ വരുന്ന അനാഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഞാനാണെങ്കിൽ പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ, പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. വിൻ്ററൊക്കെ വന്നപ്പം കമ്പിളിയാണെങ്കിലും സ്വെറ്ററാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും ഒക്കെ മേടിച്ചു കൊടുത്ത് അവിടങ്ങളിലെ പള്ളികളിലും പിന്നെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ രോഗികൾക്കൊക്കെ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർക്കെല്ലാം കൃപാസനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടും അവർക്ക് ഈ പത്രമൊക്കെ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അമ്മയെ വിളിച്ച് അത് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ഓക്കെ ആകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാഫിക്കിൽ, ചണ്ഡീഗഡിലൊക്കെ സിഗ്നൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ട്രാഫിക്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സമയം പെട്ടെന്ന് കുറവാണെങ്കിൽ അപ്പം പോലും മാതാവിനെ വിളിച്ചിട്ട് പോകുമ്പോൾ ട്രാഫിക്കെല്ലാം എനിക്ക് ക്ലിയറായി കിട്ടാറുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആവേ മരിയ.